ഗുഡ് ഈവനിങ് ഡേയ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ വളരെയധികം പ്രതീക്ഷയിൽ ആഴ്ത്തി നിഫ്റ്റി 26,174 നമുക്ക് ഇന്ന് കിട്ടിയ ക്ലോസിങ്. ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം. രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു 100 പോയിന്റിന് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റിന് ക്ലോസ് ചെയ്തതിന് ശേഷം US യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റുകളും പൊതുവെ പോസിറ്റീവായിട്ട് തന്നെയാണ് റിയാക്ട് ചെയ്യപ്പെട്ടത്. ഇതിനിടെ റുപ്പീസ് ഓൾ ടൈം ലോയിൽ നിന്ന് റിക്കവറി ആയത് മാർക്കറ്റിന് ഇന്നൊരു ഗുണകരമായി. കൂടാതെ തന്നെ ഇന്ത്യയും US തമ്മിൽ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നമ്മളുടെ താരിഫ് ചർച്ചകൾ എന്ന് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ അദ്ദേഹം മൺഡേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിൽ ഇന്ന് ഗുണകരമായിട്ട് വന്നത്. നിഫ്റ്റിയിൽ നിന്ന് ട്രെൻഡും ശ്രീരാം ഫിനാൻസും വിപ്രോയും ഇൻഫോസിസും ഭാരത് എയർടെലും നല്ലൊരു കുതിപ്പ് രേഖപ്പെടുത്തി. ഈ ഇൻഫോസിസും വിപ്രോയും എല്ലാം തന്നെ ADR സ്റ്റോക്കുകളിൽ ഓൾറെഡി തന്നെ 4% മുകളിൽ റാലി രേഖപ്പെടുത്തിയത് നമ്മൾ ഞായറാഴ്ച ദിവസം മാർക്കറ്റ് ഔട്ട്ലുക്കിൽ കണ്ടിരുന്നു. കൂടാതെ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ട സ്റ്റോക്കുകൾ നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം. HDFC ലൈഫും SBIയും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റും കൊട്ടാക് മഹീന്ദ്രയും സിപ്ലയും ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം കണ്ടു. മീഷോ ഇന്ന് 10% ലോവർ സർക്യൂട്ട് ആയിട്ടുണ്ട്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പൊതുവേ പോസിറ്റിവിറ്റി ഉണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡോ ഫ്യൂച്ചർ 43 പോയിന്റ് പ്ലസ് ആണ്. ബിറ്റ് കോയിൻ 890 പോയിന്റ് ഉയർന്ന് 89,768. ബ്രന്റ് ഓയിൽ പ്ലസ് ആണ്. ഗോൾഡ് ഇന്ന് $74 ഉയർന്ന് $4,413 ആയിട്ടുണ്ട്. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ പ്ലസ് ആണ്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഏറ്റവും താഴെ കാണാം FTSEയും CAC 40യും ഫ്രാൻസ് UK മാർക്കറ്റുകൾ നെഗറ്റീവാണ്. ജർമ്മൻ മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിൽ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി, വീണ്ടും പ്രതീക്ഷകൾ ഇൻവെസ്റ്റേഴ്സിന് വന്നു. വീണ്ടും ആളുകൾ കൂടുതൽ ആക്റ്റീവാകും. ഓൾറെഡി തന്നെ നമ്മളെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ എല്ലാം തന്നെ മന്ത്ലി 30,000 കോടി രൂപ ആയിട്ടുണ്ട്. അതാണ് നമുക്ക് മാർക്കറ്റിൽ ഉള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം. അപ്പോൾ ഇതായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ FISൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂസ് 3 ദിവസം FIS ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അതും നമുക്ക് മാർക്കറ്റിൽ ഒരു പോസിറ്റീവായിട്ട് ട്രിഗർ ആയിട്ടുണ്ട്. 19 ഡിസംബർ 1,830 കോടി രൂപ, 18 ഡിസംബർ 595 കോടി രൂപ, 17 ഡിസംബർ 1,171 കോടി രൂപയുടെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് നമുക്ക് കിട്ടിയിരുന്നു. ഇന്ന് പ്രധാനപ്പെട്ട ഈവൻറ്റ് US നിന്നുള്ളത് PCE പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയാണ്. 8:30 PM വരുന്നത്. നാളെ US നിന്ന് GDP ഡേറ്റയും കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയും വരുന്നുണ്ട്. കൂടാതെ തന്നെ ഇനി വെയിറ്റിംഗ് ഉള്ള ഡേറ്റ വെനസ്ഡേ ഹോം സെയിൽസ് ഡേറ്റയും ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും വരുന്നുണ്ട്. വ്യാഴാഴ്ച മാർക്കറ്റുകൾ ഗ്ലോബൽ മാർക്കറ്റ് ഒന്നടങ്കം അവധിയാണ്. ക്രിസ്മസ് ആണ്. അപ്പോൾ ഈ ഒരു ദിവസം നമുക്ക് മാർക്കറ്റ് അവധി. ഇനി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇനി നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നത് ക്രിസ്മസിന് ശേഷം US മാർക്കറ്റിലൊക്കെ വോളിയം വളരെയധികം കുറവായിരിക്കും. ന്യൂ ഇയർ അവിടെ അവധിയാണ്, നമുക്ക് അവധിയില്ല. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോളോ മൈക്രോ സിസ്റ്റം കമ്പനി, ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർക്ക് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്ന് പുതിയ ഒരു അപ്രൂവൽ ലഭിച്ചു എന്നുള്ള ന്യൂസാണ്. സ്റ്റോക്ക് ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തി. വരുൺ ബിവറേജ് കമ്പനി, ഇവർ സൗത്ത് ആഫ്രിക്ക ബേസ്ഡ് ആയിട്ടുള്ള ട്വിസ പ്രോപ്പർട്ടീസിനെ അക്യൂർ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ്. ടാറ്റ മോട്ടേഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ന്യൂമാറോ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. അശോക് ലെയ്ലാൻഡ് കമ്പനി, ഈ ബ്രോക്കറിംഗ് ഏജൻസി ആയിട്ടുള്ള ന്യൂമാറോ അപ്ഗ്രേഡ് ചെയ്തു. സീഗൽ ഇന്ത്യ കമ്പനി 550 കോടി രൂപയുടെ സോളാർ ഓർഡർ മധ്യപ്രദേശിൽ നിന്ന് ലഭിച്ചു. ബൊന്നൻഡ എഞ്ചിനീയറിംഗ് കമ്പനി 945 കോടി രൂപയുടെ സോളാർ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ ലഭിച്ചു. ദിലീപ് ബിൽഡ്കോൺ കമ്പനി 1363 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പ്രൊജക്റ്റ് ലഭിച്ചു. ഫോർട്ടിസ് ഹെൽത്ത് കെയർ കമ്പനി 840 കോടി രൂപ മുടക്കി ബാംഗ്ലൂരിലുള്ള JM ഫിനാൻഷ്യലിനെ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. സ്വാത്വിക് ഗ്രീൻ എനർജി കമ്പനി, അവർക്ക് 13 കോടി രൂപയുടെ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സോളാർ വാട്ടർ പമ്പിൻ്റെ ഓർഡറാണ്. BSE മന്ത്ലി ഇൻഡെക്സ് ഓപ്ഷൻ പുതിയതായിട്ട് ആഡ് ചെയ്യുന്നതെന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തി. ദേവ് ഇൻഫർമേഷൻ കമ്പനി ശക്തമായൊരു റാലി ഉണ്ടായിരുന്നു. 10% അടുത്ത് റാലി ഉണ്ടായിരുന്നു. കമ്പനി 93 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ഗോൾഡീം ഇൻ്റർനാഷണൽ കമ്പനി ജ്വല്ലറി സെഗ്മെൻറ്റുള്ള കമ്പനിയാണ്. കമ്പനി പുതിയ റീറ്റെയിൽ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ്. ബർജർ പെയിൻറ്റ് കമ്പനി UK
ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനീനെ ബർജർ പെയിൻറ്റ് അക്യൂർ ചെയ്തു. കൂടാതെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഇവരുടെ ബിസിനസ് ശക്തപ്പെടുത്തുന്നുണ്ട്. ശ്രീരാം ഫിനാൻസ് കമ്പനി CLSA ശ്രീരാം ഫിനാൻസിൻ്റെ റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു, ടാർജറ്റ് അപ്ഗ്രേഡ് ചെയ്തു. ടിറ്റാഗര റെയിൽ കമ്പനി മോർഗൻ സ്റ്റാൻലി ടിറ്റാഗര റെയിലിൻ്റെ ടാർജറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. JM വെർമോവ കമ്പനി ന്യൂമോറ അപ്ഗ്രേഡ് ചെയ്തു. ടൈറ്റാൻ ഇവർ വാച്ച് ബിസിനസ് എല്ലാം തന്നെ $1 ബില്യൺ സെയിൽസ് കടക്കുമെന്ന് കമ്പനി അഭിപ്രായപ്പെട്ടു. കിംസ് കമ്പനി ഇവർ ചെന്നൈയിലൊരു 300 ബെഡ് കപ്പാസിറ്റി ഉള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അക്യൂർ ചെയ്യാൻ തീരുമാനം ആയിട്ടുണ്ട്. ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ കമ്പനി 2000 കോടി രൂപയുടെ നോൺ കൺവെർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ധാരണയായി. സ്റ്റോക്ക് നിന്ന് 4% റാലി രേഖപ്പെടുത്തി. MCX ബാങ്ക് ഇൻഷുറൻസ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻസ് എല്ലാം തന്നെ എൻഹാൻസ് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. MCX നിന്ന് 5% റാലി കണ്ടു. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.